കോഴിക്കാട്ടുകാരൊക്കെ അവിടെ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ വിപണനമാണ് പേവിഷബാധയ്ക്കുള്ള ആന്റി റാബിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബിനും നടക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോകും, ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം. അമ്മ എന്ത് പറ്റിയത് പട്ടി അടിച്ച? എവിടെ വെച്ച് കോഴിക്കാട്ടുകാരൊക്കെ അവിടെ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ പോകും. നമസ്കാരം. ഇത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലൊരു അമ്മയെ ഇങ്ങനെ പട്ടി കടിച്ചു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. ഈ അമ്മയെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ പട്ടി കടിക്കാനുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഞാൻ ഈ വാർത്ത ചെയ്യുന്ന മുമ്പേ, ഇതിൻ്റെ വാർത്ത തുടങ്ങുന്ന മുമ്പേ ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഒരു ശബ്ദരേഖ കേൾപ്പിക്കാം. ആ ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറുടെ ശബ്ദരേഖയാണ്. ബിജു പ്രഭാകർ IAS പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. കാരണം ആൻറ്റി റാബിറ്റ് വാക്സിൻ എന്ന ഒരു വലിയ മാഫിയ ആണ് ഈ പറയുന്ന പട്ടികളുടെ കാര്യങ്ങൾ, പട്ടിയെ കൊല്ലാൻ അനുവദിക്കാതിരിക്കുന്നതും. അതായത് അതിൻ്റെ കണക്കുകളൊക്കെ ബിജു പ്രഭാകർ സാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. കാരണം കോടിക്കണക്കിന് രൂപയുടെ വാക്സിനാണ് ഈ വാക്സിൻ മാഫിയയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ വാങ്ങുന്നത്. ഇതിൻ്റെ പിറകിൽ വൻ അഴിമതിയുണ്ട്. ഈ ഒരു മാഫിയയാണ് ഈ പറയുന്ന പട്ടികളെ ഉന്മൂലനം ചെയ്യാൻ സഹായിക്കാത്തതെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന അദ്ദേഹം പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു ശബ്ദരേഖയാണ്. ഇപ്പോൾ എല്ലായിടത്തും ആ ശബ്ദരേഖ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദരേഖ ആദ്യം ഒന്ന് കേൾക്കാം. കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം, പന്നിയെ കൊല്ലാം, താറാവിനെ കൊല്ലാം, പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല. കാരണം ആട് കടിച്ചാൽ പേവിഷയം ഉണ്ടാകത്തില്ല, കോഴി കടിച്ചാൽ പേവിഷയം ഉണ്ടാകത്തില്ല, പട്ടി കടിച്ചാൽ മാത്രമേ പേവിഷയം ഉണ്ടാകത്തുള്ളൂ. ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ വിപണനമാണ് പേവിഷബാധയ്ക്കുള്ള ആന്റി റാബിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബിനും നടക്കുന്നത്. ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇതിന്റെ പുറകെ നടക്കുന്നത്. യാതൊരു സംശയം വേണ്ട, മനസ്സിലാക്കുന്നത്. അവരുടെ ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടി കടിച്ചാല ഞങ്ങൾക്കങ്ങ് വലിയ പ്രേമമാണ് ഈ പട്ടിയെടുത്ത്. വീട്ടിൽ കൊണ്ടുപോകും, ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം. വീട്ടിൽ കൊണ്ടുപോകും, ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയിക്കോ, യാതൊരു കുഴപ്പമില്ല. റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത്. ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട. ഇവർക്ക് NGOസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബീസ് വാക്സിൻ ലോബികളാണ്, യാതൊരു സംശയമില്ല. ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ്. ഇപ്പം സ്ഥലത്തെ പൊതുപ്രവർത്തകർ നമ്മളിപ്പോൾ ഉണ്ട്. ചേട്ടാ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾ അവരൊക്കെ ആ സ്കൂളിലേക്ക് കടന്നു വരാൻ പറ്റുന്ന കാര്യം ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ കുട്ടികളൊക്കെ നമ്മളോട് വന്നാണ് പറയുന്നത് ഒന്ന് സ്കൂളിലേക്ക് അയച്ചു വിടുകയാണ്. കാരണം കുട്ടികളൊക്കെ ഓട്ടിക്കുകയാണ്, കുട്ടികൾ ജീവനും കൊണ്ട് ഓടുകയാണ്. ആ ഒരു കാഴ്ച ഒരു വന്ധ്യംകരണം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലെന്നാണ് ബിജു പ്രഭാകർ സാർ പറഞ്ഞിട്ടുള്ളത്. നിയന്ത്രിക്കാൻ ഒരു മാർഗ്ഗമില്ലേ? ഈ രാജ്യത്തുടനീളം എല്ലാ നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ABC പദ്ധതി എന്ന നിലയിൽ പട്ടികളെ വന്ധ്യംകരിക്കുകയും പ്രജനനം തടയുകയും എന്ന ലക്ഷ്യം വെച്ച് പദ്ധതി ആവിഷ്കരിച്ചു. പക്ഷേ ആ പദ്ധതിയുടെ നടത്തിപ്പ് നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ മോണിറ്ററിംഗ് സംബന്ധിച്ച് നോക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഇവിടെ വന്ധ്യംകരിച്ച പട്ടികളെല്ലാവരും വന്ധ്യംകരിക്കുന്നതിന് വേണ്ടി ചിലവാകുന്നവരെ പിടിക്കുന്നതിന്, ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്, അതിനുശേഷം അതിനെ തിരിച്ചു കൊണ്ടുവന്ന് എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ട് വിടുന്നതിന്. ഒരു പട്ടിയെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ 1000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന പ്രക്രിയ. 1500, 2000 പ്രക്രിയ അനുസരിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോടിക്കണക്കിന് രൂപയാണ് ഈ വന്ധ്യംകരണ പ്രക്രിയയുടെ പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫലം, മോണിറ്ററിങ് എന്താണ്? നമ്മൾ കാണുന്ന കാഴ്ച പ്രജനനം വീണ്ടും നടക്കുകയാണ്. പിന്നെ എന്തിനു വേണ്ടി ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവാക്കി? ഇവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അതിനെ മോണിറ്ററിങ് ചെയ്ത് അതിൻ്റെ ഫലവത്താണോ എന്ന് പരിശോധിക്കാൻ. അതിനോടൊപ്പം തന്നെ 2020 കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകളെല്ലാം തന്നെ ഷെൽട്ടറുകൾ നിർമ്മിച്ചുകൊണ്ട് എല്ലാ തെരുവ് നായ്ക്കളെയും ആ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ, വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ലൈസൻസ് നൽകിക്കൊണ്ട് വീട്ടിനകത്ത് മാത്രവും പുറത്തേക്ക് റോഡിലേക്കോ മറ്റ് തെരുവുകളിലേക്കോ മറ്റ് പ്രദേശങ്ങളിലേക്കോ വരാതെ വീട്ടിൽ ലൈസൻസ് ഉള്ള പട്ടി എന്ന നിലയിൽ ലൈസൻസ് നൽകിക്കൊണ്ടും മറ്റുള്ള മുഴുവൻ പട്ടികളെയും ഒരു കേന്ദ്രത്തിൽ ഷെൽട്ടർ ഉണ്ടാക്കി അതിനകത്ത് താമസം, അതിന് ആഹാരം കൊടുത്ത് അതിനെ കൃത്യമായി വന്ധ്യംകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. ആറ്റിങ്ങൽ നഗരസഭയും കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ഷെൽട്ടർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. എല്ലാ തവണയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും,
ഈ പട്ടികളെ വന്ധ്യംകരണ പ്രക്രിയയ്ക്ക് ഉൾപ്പെടെ ഈ ഷെൽട്ടർ ഹോം കെട്ടി ഷെൽട്ടറിനുള്ളിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. അതിന് തുക അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് കാഴ്ചയിൽ, ഇന്ന് വീഡിയോ ദൃശ്യത്തിൽ നമ്മൾ കണ്ടു, ആ പട്ടി മാരകമായി തള്ളിയിട്ട് കടിച്ചു. ഒരു മൽപ്പിടുത്തം, ഒരു മനുഷ്യൻ പരസ്പരം മൽപ്പിടുത്തം നടത്തുന്നതിനപ്പുറം ഒരു ഭയാനകമായ കാഴ്ചയാണ് ഇന്ന് TV ദൃശ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, അടിയന്തരമായി ആറ്റിങ്ങൽ നഗരസഭ ഇത്തരത്തിൽ ഷെൽട്ടർ കെട്ടി അടിയന്തരമായി പട്ടികളെ, തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ച് അതിൻ്റെ ഉള്ളിലാക്കുകയും അതിനകത്ത് വെച്ച് വന്ധ്യംകരണ പ്രക്രിയ നടത്തുകയും അത് വീണ്ടും പ്രജനനം നടത്തുന്നതുകൊണ്ട് പരിശോധിക്കുകയും, അങ്ങനെയെങ്കിൽ ആ വന്ധ്യംകരണ പ്രക്രിയയുടെ ഫലമില്ല എന്നും അതിനെന്താണ് പ്രതിവിധി എന്നും ആ മോണിറ്ററിനുള്ളിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചേട്ടാ, ഇപ്പം ഈ പറയുന്ന പശുവിനെ കൊല്ലാം, അല്ലെങ്കിൽ പോത്തിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, പിന്നെ മുയലിനെ കൊല്ലാം, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും കൊല്ലാം. പക്ഷേ പട്ടിയെ കൊന്നാൽ മാത്രം ഇവിടെ വിഷയമാണ്. പട്ടിയെ കൊന്നാൽ ചോദിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ പിറകിലാണ് ഈ പറയുന്ന ഒരു വലിയ മാഫിയ ഉണ്ടെന്നാണ് ബിജു പ്രഭാകർ സാർ പറയുന്നത്. അത് മാത്രമല്ല, നാഗാലാൻഡിലൊക്കെ ഈ പട്ടിയെ കൊന്ന് കറി വെച്ച് കഴിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വിഷയം. കേരളത്തിൽ നമ്മുടെ ഭരണ സംവിധാനം കോടിക്കണക്കിന് രൂപയുടെ വാക്സിനാണ് ഇതിൻ്റെ പേരിൽ വാങ്ങുന്നത്. അതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കുന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ബിജു പ്രഭാകർ സാർ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ വലിയൊരു മാഫിയയുണ്ട്. കാരണം നമ്മുടെ കേരളം മാത്രമല്ലല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ പല സ്ഥലത്തും ഈ പട്ടിയെ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. അവിടെയൊന്നും ഈ നിയമം ബാധകമല്ലേ? മേനകാ ഗാന്ധിയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ പട്ടിയെ കൊല്ലാൻ പാടില്ലെന്നൊരു നിയമത്തിന് അതിന് ആധാരമായത് അവരുടെ വാചകങ്ങളാണ്. പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ ആഹാരത്തിനായിട്ട് ഈ പട്ടികളെ കറി വെച്ച് കഴിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഈ നിയമം നിലനിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പുറകിൽ വൻ ശക്തികളുടെ കരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു മാഫിയ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. നമ്മളല്ല പറയുന്നത്, വിവരവും വിദ്യാഭ്യാസമുള്ള IAS ഓഫീസറാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയാൻ തൻ്റെ ഇടമുള്ളതുകൊണ്ട് അത് പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ്. മറ്റാരും അതിന് മുതിരുന്നില്ല. ഇതിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ പട്ടിയെ സംബന്ധിച്ചും അതിനും ജീവിക്കാനുള്ള സാഹചര്യവും ഞങ്ങൾ ഒരുക്കേണ്ടതാണ്. അവിടെയാണ് ഈ സൂചിപ്പിച്ച പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ തെരുവ് നായ്ക്കളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾക്ക് മുഴുവൻ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അതിനാവശ്യമായ ഭക്ഷണം നൽകി അതിന് പ്രജനനം നടത്താതിരിക്കുക, അതിൻ്റെ സംഖ്യ വർദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അതേസമയം വീടുകളിൽ വളർത്തുന്ന പട്ടികൾക്ക് പ്രജനനം നടക്കുന്നു, പട്ടി വീണ്ടും ജനിക്കും, അടുത്ത ആൾക്കാർക്ക് വീണ്ടും കൊടുക്കുന്നു, വിൽപ്പന നടത്തുന്നു, അതിന് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാകും. പക്ഷേ ഈ തെരുവ് നായ്ക്കൾ വിഭാഗത്തിൽ ഈ പേ പിടിക്കുന്ന വിഭാഗം എന്ന തരത്തിൽ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ശല്യമാകുന്ന പട്ടികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊല്ലാനുള്ള അധികാരം വരെ കൊടുത്തുകൊണ്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുള്ളത്. പക്ഷേ അതനുസരിച്ച് തയ്യാറാകുവാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അതിനുള്ളിൽ ഈ പട്ടികളെ ആക്കുന്നില്ല? പട്ടികൾക്കും ജീവിക്കണം, ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണം, ആ ജീവിക്കാനുള്ള സൗകര്യം. പക്ഷേ ഈ അക്രമകാരികളായ പട്ടികളെ കൊല്ലാനും അതുപോലെ തന്നെ അതിനെ ഒരു ഷെൽട്ടറിനുള്ളിൽ മാറ്റിക്കൊണ്ട് പ്രജനനം നടത്താത്ത രീതിയിലുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള ശല്യങ്ങളോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാകുമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അമ്മയെ പട്ടി കടിച്ചുരുട്ടുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഭയത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയൂ. പലയിടത്തും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ ഒന്നും പുറത്തു വരാറില്ല. ഇപ്പോൾ അതിദയനീയമായിരിക്കുന്ന അവസ്ഥ, ഭീകരമായിരിക്കുന്ന അവസ്ഥ, ജനങ്ങളെക്കാളും വില ഈ പട്ടികൾക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ബിജു പ്രഭാകർ സാർ പറഞ്ഞതുപോലെ ഈ ഒരു വലിയ മാഫിയ ഇതിന് പുറകിലുണ്ടെങ്കിൽ ഒരു അന്വേഷണം വേണം. ഈ പട്ടി സ്നേഹികളൊക്കെ ഞാൻ ഈ സ്റ്റോറി ചെയ്യുമ്പോൾ എനിക്കെതിരെ കുറച്ചുകൊണ്ട് വരുമായിരിക്കും, എനിക്ക് വിഷയമില്ല. എനിക്ക് താല്പര്യം ഈ പറയുന്ന പട്ടികളെക്കാളും മനുഷ്യരുടെ ജീവനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പറയുന്ന എല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ, കറി വെച്ച് തിന്നാം, പട്ടിയെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിറകിൽ വൻ മാഫിയ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും തിരുത്തപ്പെടണം. മനുഷ്യൻ്റെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇസ്പേനസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്.